തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വയോധികന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. അന്വേഷണ സംഘം കളക്ടറുടെ അനുമതി തേടിയിട്ടുണ്ട്. സമാധിയാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ അച്ഛനെ സ്ലാബിട്ട് മൂടിയെന്നാണ് മക്കൾ മൊഴി നൽകിയത്. സുനിഷ അയ്യല്ലൂർ ഇപ്പോൾ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകും. സുനിഷ അയ്യല്ലൂർ, ഗുഡ് മോർണിംഗ് സുനിഷ അയ്യല്ലൂർ. വൺസ് അഗെയിൻ എന്തായാലും വളരെ വിചിത്രമായൊരു സംഭവമാണത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുനിഷ? അരുൺ, സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മക്കളുടെ മൊഴിപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് പിതാവായ ഗോപൻ അദ്ദേഹം സമാധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ നിന്നും മരണപ്പെട്ടു. അതിനുശേഷം ഈ മകൻ ഇവിടെ സ്ലാബ് ഇട്ട് മൂടി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് അദ്ദേഹം പോലീസിന് മൊഴിയായും നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ദുരൂഹതയേറുന്നൊരു കാര്യമെന്ന് പറയുന്നത്, പ്രധാനമായും ഉള്ളൊരു പ്രശ്നം, നാട്ടുകാരൊന്നും തന്നെ ഇദ്ദേഹം മരണപ്പെട്ടത് അറിഞ്ഞിരുന്നില്ല എന്നതാണ്. പിറ്റേന്ന് ഈ പോസ്റ്ററുകളായി ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്ററുകൾ ഈ വീടിന് ചുറ്റുമൊക്കെ തന്നെയും പതിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് മരണവിവരം നാട്ടുകാർ തന്നെ അറിയുന്നത്. അതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ മകൻ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് അച്ഛൻ ഉണ്ടായിരുന്നത് എന്നതും, ഒപ്പം തന്നെ ഇവിടെ ഇരുന്ന് സമാധിയായി എന്നും, അതിനുശേഷം തങ്ങൾ ഇവിടെ ഒരു സ്ലാബ് ഇട്ടത് ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വിളക്ക് കത്തിച്ച് പൂജാ സാധനങ്ങളൊക്കെ തന്നെയും വെച്ചതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് ഒരു റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു ദുരൂഹത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നുകൊണ്ട് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കളക്ടറെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മാത്രമാണ് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തിയതിനു ശേഷം മാത്രമാണ് എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ തന്നെയും അതിനുശേഷം മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും കളക്ടർ ഇന്ന് തന്നെ ഈ ഉത്തരവിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് തന്നെ എന്താണെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ സ്ലാബിട്ട് മൂടിയതിനു ശേഷമാണോ മരണം നടന്നത്, അതല്ല സമാധി? പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഇവിടെ തന്നെ സമാധി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മോൻ പറഞ്ഞ കാര്യം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കിനിപ്പോൾ മൃതദേഹം പുറത്തെടുത്താലേ ഒരു കൃത്യത വരും. അത് കളക്ടർ റിപ്പോർട്ട് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. മകൻ പറയുന്നത് ഇവിടെ വന്ന് സമാധി അങ്ങനെയാണ്. അതെ, ഇവിടെ നിന്ന് എല്ലാ ദിവസവും ധ്യാനിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഇപ്പോൾ എണീറ്റ് നാളെ പൂജയുള്ള ആരോഗ്യശേഷി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ചെയ്യുന്ന പറയുന്ന അങ്ങനെ ഇവിടെ നിന്ന് സമാധിയായതിനു ശേഷം ഇവിടെ തന്നെ കർമ്മങ്ങൾ രണ്ട് മക്കളോടെയും ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരുൺ, അവരുടെ മകൻ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? അതായത് ഇവിടെ ഇപ്പം പറഞ്ഞതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സത്യവും ധർമ്മവും നീതിയും ന്യായവും നോക്കാൻ വേണ്ടിയിട്ട് നീതിപാലകരുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇതിൻ്റെ സത്യവും ധർമ്മം നോക്കി അവർ പരിശുദ്ധമായിട്ടുള്ള കാര്യം, അതായത് സത്യസന്ധമായ നീതിബോധത്തോടുകൂടി അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. അത്രേ ഉള്ളൂ. ഈ നാട്ടുകാർ ഇത് അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നു. അതെ, നാടെന്ന് പറയുന്നത് ആരെന്നറിയാം? നാട്ടുകാർ, വീട്ടുകാർ, ഈ സകല ജനങ്ങളും ഈ മഹാക്ഷേത്രത്തിന് എഴുതി കൊടുക്കണം. അവർക്ക് എഴുതി കൊടുക്കാത്തതുകൊണ്ട് അവർ നമുക്ക് വന്ന ഒരു അവസരം ദുരുപയോഗം ചെയ്തു. അവർ നമുക്കിട്ടൊരു പണിയാണ്. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം. പോലീസ് പറയുന്നത് ഇത് പൊളിച്ചു നോക്കണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരെ നീതിപാലകരെന്താണോ അവർക്കറിയാം ഇതിന്റെ സഹകരിക്കാൻ തയ്യാറാണ്. അതായത് തീർച്ചയായിട്ടും സത്യവും ധർമ്മവും നീതി ന്യായം നോക്കാൻ ശരിക്കും നിയമപാലകരുണ്ട്. അവരെന്താന്ന് വെച്ചാൽ അത് ചെയ്ത് അവരതിന്റെ സത്യം കണ്ടെത്തി സമാധിയായെന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും ഒപ്പം നാട്ടുകാരും പറയുന്നു. അച്ഛനെ സ്ലാബിട്ട് മൂടി എന്നാണ് ഇപ്പോൾ മക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്ലാബിൽ നിന്ന് മൃതദേഹം തിരിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കിത് മനസ്സിലാവും. മരണം സംഭവിച്ചതിന് ശേഷമാണോ മൂടിയത്, അതല്ല മൂടിയതിന് ശേഷമാണോ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സുനിഷ അയ്യല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത് സംഭവ സ്ഥലത്ത് നിന്നും.